സുവിശേഷം 2-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം: പിള്ളക്കശു കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയ ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഇന്ന് ഡിസംബർ 25 ക്രിസ്മസ് ദിനമാണ്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി കുഞ്ഞീശോ ഭൂമിയിൽ അവതരിച്ച വിശുദ്ധ ദിനമാണിത്. ഈ അനുഗ്രഹീത ദിനത്തിൽ ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുകയും ജീവിതപാതയിലെ വെളിച്ചം തെളിയുകയും ചെയ്യട്ടെ. കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടൊപ്പം പങ്കിടുന്ന ഓരോ നിമിഷവും സന്തോഷമായി മാറട്ടെ. കരുണയും ക്ഷമയും സ്നേഹവും ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാൻ ഈ ക്രിസ്മസ് നമ്മെ എല്ലാവരെയും പ്രചോദിപ്പിക്കട്ടെ. ഈ ക്രിസ്മസിന്റെ ദീപ്തി വർഷം മുഴുവനും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 14 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ദൂതനോട് കൂടി പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം ലോകത്തേക്ക് പകരാൻ വന്ന ക്രിസ്മസ് നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുടെ പുതിയ തുടക്കം കുറിക്കട്ടെ. കുടുംബത്തോടൊപ്പം പങ്കിടുന്ന ഓരോ നിമിഷവും അനുഗ്രഹമായി മാറുകയും സന്തോഷത്തിന്റെ ഗീതങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മുഴങ്ങുകയും ചെയ്യട്ടെ. ദൈവ സാന്നിധ്യം എന്നും നിങ്ങളെ കാത്തു നിൽക്കട്ടെ. മഞ്ഞ് പെയ്യുന്ന രാവ്, മനത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ, ഉണ്ണി യേശുവിന്റെ വരവിന് സ്വാഗതം അരുളുന്ന മഞ്ഞ് പെയ്യുന്ന പുലരികൾ, സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഓർമ്മകൾ ഉണർത്തുന്ന ക്രിസ്മസ് വേളയിൽ എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു. മാത്യു 1:21 ഇങ്ങനെ പറയുന്നു: അതൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടുന്നു. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയുടെ അനുഭവം കൂടെയാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസ് ദിനം നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനത്തിന്റെ ദീപം തെളിക്കട്ടെ. കഷ്ടതകളെ അതിജീവിക്കാൻ ശക്തിയും സന്തോഷങ്ങളെ പങ്കിടാൻ വിശാലമായ മനസ്സ് ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. സ്നേഹവും കരുണയും ജീവിതത്തിന്റെ അടിസ്ഥാനമാകുന്ന ഒരു മനോഹരമായ ക്രിസ്മസ് കാലം നിങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാവർക്കും തിരുപ്പിറവിയോടെ മംഗളങ്ങൾ നേരുന്നു. യേശയ്യ 9:6 ഇങ്ങനെ പറയുന്നു: എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കുന്നു. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് വിളിക്കപ്പെടും. കുഞ്ഞ് യേശുവിന്റെ ജനനത്തോടെ ആരംഭിച്ച സ്നേഹ സന്ദേശം നിങ്ങളുടെ ജീവിതയാത്രയിൽ വെളിച്ചമായി മാറട്ടെ. സൗഹൃദങ്ങളും ബന്ധങ്ങളും കൂടുതൽ അറിയപ്പെടാനും പ്രതീക്ഷകൾ പുതുക്കപ്പെടാനും ചെയ്യുന്ന ഒരു അനുഗ്രഹീത ക്രിസ്മസ് നിങ്ങൾക്കുണ്ടാകട്ടെ. നക്ഷത്രങ്ങൾ ചിരി തൂക്കി മാലാഹന്മാർ ഗീതങ്ങൾ ആലപിച്ചു യേശുവിന്റെ ജന്മരാവിന്റെ ഓർമ്മയെന്നാണ് ഈ ക്രിസ്മസ് ദിനം സന്തോഷപൂർവ്വം ആഘോഷിക്കുന്നത്. വെണ്ണിലെ സന്തോഷവും സമാധാനവും ഹൃദയങ്ങളിൽ നിലയാൻ ഈ ക്രിസ്മസ് കാലത്തിൽ സാധിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഈശോയുടെ പിറവി തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അതൊരു വലിയ കാത്തിരിപ്പിന്റെ ഉത്സവം കൂടിയിട്ടാണ്. പ്രവാചകന്മാരും ആദിമ സഭയിലെ അംഗങ്ങളെല്ലാവരും വർഷങ്ങളോളം ഈശോയുടെ ജനനത്തിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഈശോ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അവർ കാത്തിരുന്ന അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മിൽ ജനിക്കുമ്പോൾ നമ്മളെയും ഈശോ വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ്. ഒരല്പവും കൂടി ആത്മീയമായി ഒരുങ്ങാനും ഒരല്പവും കൂടി ആത്മീയമായി ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുവാനും ഈ ക്രിസ്മസ് നാളുകൾ ഈശോ നമ്മുടെ ചുറ്റുവട്ടവും
നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന വഴിയോരങ്ങളും മനോഹരമായി തൂക്കിയിരിക്കുന്ന നക്ഷത്രങ്ങളും ദീപ അലങ്കാരങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ഇതെല്ലാം വലിയൊരു ഉത്സവത്തിന്റെയും വലിയൊരു സന്തോഷത്തിന്റെയും ഒക്കെ ഒരു ഓർമ്മയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുമസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും കുറച്ചും കൂടെ കാത്തിരുന്നാലും കുറച്ചും കൂടെ അത് ഭംഗിയാക്കാനും പക്വതയുള്ളതാക്കുവാനും ഈ ക്രിസ്തുമസ് നാളുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുവാണ്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഉള്ള ആളുകളെ കൂടുതൽ സ്നേഹിക്കാനും സഹായം എത്തിക്കേണ്ടതൊക്കെ സഹായിക്കാനും കരുണ കാണിക്കേണ്ടടുത്ത് കരുണ കാണിക്കാനും സ്നേഹം കാണിക്കേണ്ടടുത്ത് സ്നേഹം കാണിക്കാനും ഒക്കെ ക്രിസ്തു നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ക്രിസ്മസ് ദിനം അനുഗ്രഹത്തിന്റെ നാളുകളാകട്ടെ. അത് നമ്മൾക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമ്മുടെ പരിചയക്കാർക്കും നമ്മുടെ ശബ്ദവും നമ്മുടെ കഴിവുകളും എത്തിച്ചേരേണ്ട സ്ഥലങ്ങളിലെല്ലാം ക്രിസ്തുമസിന്റെ നന്മകൾ എത്തിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം ഉത്സാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏവർക്കും പിറവി തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം അനുഗ്രഹിക്കും.